ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കൂൺ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. മഴ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാവുന്നതാണല്ലോ നമ്മുടെ നാടൻ കൂണാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ കൊണ്ടു തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരാം. ഇതിൻ്റെ ആദ്യം ആ തൊലി നമ്മൾ എടുക്കാറില്ല, തൊലി പൊളിച്ച് കളയും. എന്നിട്ട് അതിൻ്റെ വൈറ്റ് മാത്രമാണ് കേട്ടോ എടുക്കാറ്. ഒത്തിരി വേസ്റ്റൊന്നും വരലില്ല, അതിൻ്റെ തൊലി മാത്രമേ ഇതിനകത്ത് വേസ്റ്റായിട്ട് വരലുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന് ഒത്തിരി വേസ്റ്റൊന്നും വരില്ല കേട്ടോ. ഇതിൻ്റെ തൊലി മാത്രമേ വേസ്റ്റായിട്ട് വരത്തുള്ളൂ. ഞങ്ങളിവിടെ ചെയ്യുമ്പോഴത്തേനും ഒരാൾ ഞങ്ങളിരുന്ന് ഭയങ്കര കരഞ്ഞ് ഒച്ചപ്പാടും ബഹളമാണ്. അവൻ്റെ വിചാരം ഞങ്ങളിവിടെ ചിക്കൻ കറി എന്തോ ഉണ്ടാക്കുകയെന്ന്, വല്ല മീനോ ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരം. കൂണാണെന്ന് അവൻ അറിയില്ലല്ലോ. ഇത് നമ്മുടെ വീട്ടിലുള്ള പൂച്ചയാണ് കേട്ടോ. ഇതിൻ്റെ തണ്ടും അതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കും കേട്ടോ. അതിൻ്റെ മുകളിലുള്ള വൈറ്റ് സംഭവം അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് തണ്ടും ഇതിനടുത്ത് എടുക്കും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ഫസ്റ്റ് കഴുകാറില്ല കേട്ടോ. ഫസ്റ്റ് ഒരിക്കലും കഴുകില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് കഴുകി എടുക്കാറുള്ളൂ കേട്ടോ. ഈ കൂൺ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം, തണുത്ത വെള്ളമായിട്ട് ഒഴിക്കുന്നത്. സാധാ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കും. കാരണം ഇതിനകത്തുള്ള എന്തെങ്കിലും പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചത്തുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാവാറില്ല, അഥവാ ഉണ്ടെങ്കിലും പിന്നെ വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയിൽ സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ 2 ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലായിട്ട് എടുക്കുന്നത്. ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, കാരണം കൂണ് കുറച്ചുള്ളതുകൊണ്ടാണ്. എന്നിട്ട് ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് കരിവേപ്പിലൊക്കെ ഇട്ട് ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും കേട്ടോ. ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഉള്ളി വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് കൂണ് കഴുകിയെടുക്കാം കേട്ടോ. ആ മഞ്ഞൾപ്പൊടിയുള്ള വെള്ളത്തിൽ നന്നായിട്ടൊന്നും കഴുകിയെടുത്ത് പിന്നെ 2-3 വെള്ളം മാറ്റി കഴുകിയെടുക്കും. കുറേ നേരമൊന്നും വെള്ളത്തിലിട്ട് വെക്കാറില്ല, ഒരു 10-15 മിനിറ്റ് ഇടാറുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഈ വഴൻ്റെ ഉള്ളിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കും കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂൺ അതിനകത്തോട്ട് ഇടും കേട്ടോ. കൂണ് നമ്മൾ നല്ല കഴുകി വാരിയിട്ട് അതിനകത്തോട്ട് ഇടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും കേട്ടോ. കാരണം ഇതൊന്നും കൂണൊരു 10 മിനിറ്റോളം വെന്ത് വരണം, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാട്ടോ വെള്ളം ഒഴിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ വെള്ളം വറ്റുമെന്ന് തുറന്നു നോക്കട്ടെ, ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. മെയിനായിട്ട് ഇതിനകത്ത് 2-3 ഇൻഗ്രീഡിയൻറ്റേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂണിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കൂടാണ്ട് ഇങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ആ ചട്ടിയിൽ ചോറിട്ട് കഴിക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ബാലൻസ് വരുന്ന ചട്ടിയിൽ ചോറിട്ട് കഴിക്കുമല്ലോ. അപ്പം ഞാനും മമ്മിയും കൂടെ ചട്ടിയിൽ ചോറിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാണ്ട് കൂൺ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു.